നിറത്തിൻ്റെയും ജാതിയുടെയും പേരിൽ അയിത്തം കൽപ്പിച്ച് നിർത്തിയ കലാഭവൻ മണിയെ അതേ വർഗം തന്നെ നായികമാർ തന്നെ സുരാജ് വെഞ്ഞാറമൂടിനും നേർക്ക് തിരിഞ്ഞു. ഇതാണ് ഇന്നത്തെ വീഡിയോ. ഫിലിമി പ്ലസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സിനിമ ഉണ്ടായത് മുതൽ ഓരോ ഗ്രൂപ്പുകൾ ഉണ്ടായിട്ടുണ്ട്. ഒരു നായകനും നായികയും ഒരുമിച്ച് അഭിനയിച്ച് വിജയിച്ചാൽ പിന്നെ അവരൊരു സെറ്റാവും. പിന്നെ അവരുടെ പടങ്ങൾ കാണാനും അവരെ ചെന്ന് സിനിമ നിർമ്മിക്കാനുമാണ് പലരും താല്പര്യപ്പെടുക. ഇപ്പോൾ നമുക്ക് തന്നെ ലോക റെക്കോർഡ് ഭേദിച്ചവരാണ് പ്രേം നസീറും ഷീലയും എന്ന് ആലോചിക്കണം. അവർ അത്ര പോലെ ഒരുമിച്ച് അവന് റെക്കോർഡ് വേറെ ആൾക്കാരില്ല. പിന്നെയും കുറേ പേര് ജോഡികൾ വന്നു. എന്നാൽ നിറത്തിൻ്റെ പേരിൽ, ജാതിയുടെ പേരിൽ നായക നടനെ തള്ളിപ്പറഞ്ഞ, അല്ലെങ്കിൽ അയാളോടൊപ്പം അഭിനയിക്കാൻ പറ്റില്ല, അയാളാണ് നായകനെങ്കിൽ ഞാൻ അഭിനയിക്കില്ല എന്ന് പിടിവാശി പിടിച്ച ചില നായികമാർ മലയാള സിനിമയിൽ ഉണ്ടായിട്ടുണ്ട്. അവർ ആരൊക്കെയാണെന്ന് നിങ്ങൾക്കും ഞങ്ങൾക്കും അറിയാം. ഒരാളല്ല, രണ്ടാളല്ല, പലരും ഉണ്ടായിട്ടൊന്ന് ആലോചിക്കണം. അതിൽ കലാഭവൻ മണി കഷ്ടപ്പെട്ട് വന്നൊരു കലാകാരനാണ്. ഓട്ടോറിക്ഷ ഓടിച്ച് ജീവിതം തള്ളി നീക്കുന്നതിനിടയിൽ മിമിക്രി അവതരിപ്പിച്ച് സിനിമയിൽ അഭിനയിച്ചൊരു നടനാണെന്ന് ആലോചിക്കണം. അങ്ങനെയുള്ളൊരു നായക സ്ഥാനത്ത് വന്നപ്പോൾ സുന്ദരിയായൊരു നായിക നടി വിളിച്ച് പരസ്യമായി തന്നെ പറഞ്ഞു, ഞാൻ ഇയാളോടൊപ്പം അഭിനയിക്കില്ല, എൻ്റെ നായകനാകാനുള്ള യോഗ്യത ഇയാൾക്കില്ല എന്ന് അത്ര ഗർവോടെ തന്നെ അന്നത്തെ മെലിഞ്ഞ സുന്ദരി പറഞ്ഞു എന്നാലോചിക്കണം. കലാഭവൻ മണി നിറകണ്ണുകളോട് നിന്നു. പ്രതികരിക്കാനന്ന് ശക്തിയില്ല. അന്ന് കലാഭവൻ വലിയ വലിയ സിംഹമൊന്നുമായിട്ടില്ല അഭിനയ രംഗത്ത് ആലോചിക്കണം. പക്ഷേ കാലം മാറി. കലാഭവൻ മണി തെലുങ്കിൽ, മലയാളത്തിൽ, തമിഴിലൊക്കെ വലിയ നടനായി മാറി. ഈ കുറ്റപ്പെടുത്തിയ, അയിത്തം കൽപ്പിച്ച് നിർത്തിയ ഈ നടികൾ ഔട്ടായി എന്നാലോചിക്കണം. വീട്ടിലിങ്ങനെ വെറുതെ ഇരിപ്പായി. ആ സമയത്താണ് കലാഭവൻ ഷൈൻ ചെയ്ത് കൊണ്ടുപോകുമെന്ന് ആലോചിക്കണം. ഇനി അങ്ങനത്തെ ചിന്തകളൊന്നും വേണ്ട. പരിചയമുള്ള പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവിനോട്, പരിചയമുള്ള നിർമ്മാതാക്കളോട്, പരിചയമുള്ള സംവിധായകരോടൊക്കെ പറഞ്ഞു, മണിച്ചേട്ടൻ്റെ കൂടെ എനിക്ക് അഭിനയിക്കാൻ വിരോധമില്ല എന്നാണ്. മണിച്ചേട്ടനായി എന്നാലോചിക്കണം. അപ്പോൾ അവരും വെച്ചു, മണിയോട് ഞാൻ ചോദിക്കട്ടെ, നമുക്ക് വിരോധമൊന്നുമില്ല എന്ന് വയ്ക്കുന്നു. അപ്പോൾ മണിയുടെ അടുത്ത് ഈ സന്ദേശമെത്തി. മണി, നിന്നെ അന്ന് തള്ളി പറഞ്ഞ ചില നടികളുണ്ടല്ലോ, അവർക്ക് ഇപ്പോൾ തൻ്റെ കൂടെ അഭിനയിക്കാൻ ആഗ്രഹമുണ്ട്, പ്രത്യേകിച്ച് തമിഴ് സിനിമയിൽ. അപ്പോൾ മണി പറഞ്ഞു, നിഷ്കളങ്ക മണി പറഞ്ഞു, അതിന് എനിക്കൊന്നും വിരോധമില്ല, എനിക്ക് ആരായാലും എന്താ, എൻ്റെ കൂടെ ഏത് കുറ്റിച്ചൂൽ അഭിനയിച്ചാലും എനിക്ക് വിരോധമില്ല എന്നാണ് കലാഭവൻ മണി മറുപടി പറഞ്ഞത്. ആ മറുപടി കിട്ടിയപ്പോൾ ഈ നടികളൊക്കെ സന്തോഷിച്ചു. അവരെ മണിയുടെ പടത്തിൽ കാസ്റ്റ് ചെയ്തു. ലൊക്കേഷനിൽ വന്ന് ആ മണി എല്ലാവരോടും സംസാരിച്ചു. ഇവരോട് ഹലോ പറഞ്ഞു, സംസാരിച്ചിരുന്നു. അപ്പോൾ ടേക്കിന് മുമ്പ് മണി ചോദിച്ചു, എൻ്റെ കൂടെ അഭിനയിക്കുന്ന ആരാണ്, ഈ സീനിൽ അഭിനയിക്കുന്ന ആരാണെന്ന് ചോദിച്ചു. ഈ സീനിൽ അഭിനയിക്കുന്നത് ഇന്നാടി എന്ന് പറയുന്നു. ഓഹോ. അപ്പോൾ മണി അവരുടെ കൈകൂപ്പി സ്നേഹപൂർവ്വം പറഞ്ഞു, അപ്പോൾ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ, ഞാനിപ്പോൾ തിളങ്ങി നിൽക്കുന്ന ഒരു നടനാണ്. തമിഴിലും തെലുങ്കിലും എനിക്ക് പൊന്നിൻ്റെ വിലയാണെന്ന് ആലോചിക്കണം. നല്ല വില്ലൻ റോളുകളിലാണ് ഞാൻ അഭിനയിക്കുന്നത്. മലയാള സിനിമയിലും ഞാൻ നായകനാണ്. എന്നോടൊപ്പം അഭിനയിക്കേണ്ടത് ഈ ഔട്ടായ നായിക നടികളാണോ എന്നാണ് മണി അവിടെ വെച്ച് ചോദിച്ചതെന്ന് ആലോചിക്കണം. അങ്ങനെ ഒരു പ്രതികരണം മണിയിൽ നിന്നും ആരും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പോൾ മണി, നിങ്ങൾക്ക് വിരോധമില്ല എന്നല്ലേ ഞാൻ പറഞ്ഞത്? എൻ്റെ സിനിമയിൽ അഭിനയിക്കാൻ വിരോധമില്ല എന്നാണ് പറഞ്ഞത്. അത് ഞാനിപ്പോഴും പറയുന്നു. എൻ്റെ നായികയായിട്ട് അഭിനയിക്കാൻ വിരോധമില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ലല്ലോ. എൻ്റെ നായികയായിട്ട് അഭിനയിക്കാൻ വരേണ്ടത് പുതിയ കുട്ടികളായാലും വിരോധമില്ല, പഴയ ഔട്ടായ നടികളല്ല. അത് എൻ്റെ സിനിമയ്ക്ക് ദോഷം ചെയ്യുമെന്നാണ് പറഞ്ഞതെന്ന് ആലോചിക്കണം. പിന്നെ എന്ത് സംഭവിച്ചു? അങ്ങനെയായിരുന്നു മണിയുടെ ഒരു നല്ല പ്രതികാരം. നമ്മളൊക്കെ വിചാരിച്ചത് അതോടുകൂടി സിനിമയിലെ ഈ അയിത്തം നിന്നു എന്നുള്ളതാണ്. പക്ഷെ അത് നിന്നില്ല. 2 പടം ഹിറ്റാകുമ്പോൾ ചിലർക്കൊക്കെ മമ്മൂട്ടി, മോഹൻലാൽ, പൃഥ്വിരാജ് അങ്ങനെയുള്ള നടന്മാർ മതി എന്നൊരു തോന്നലുണ്ടാവും.
നിറം ഇത്തിരി കറുപ്പായാൽ അല്ലെങ്കിൽ ജാതി മാറിയാൽ ചിലർക്കൊക്കെ ഇപ്പോഴും പ്രശ്നങ്ങളാണ്. ഇപ്പോൾ സുരാജ് വെഞ്ഞാറമൂടിന് അനുഭവം ഉണ്ടായി. സുരാജ് വെഞ്ഞാറമൂട് നായൻ ജാതിയിൽപ്പെട്ട ഒരാളാണെന്നാണ് അറിവ്. അപ്പോൾ മോശക്കാരൊന്നുമല്ല. പിന്നെ എന്തുകൊണ്ടാണ് സുരാജ് വെഞ്ഞാറമൂടിനോടും ചില നടികൾക്ക് താല്പര്യക്കുറവുണ്ടായത്? കാരണം രണ്ടാമത്തെ മൂന്നാമത്തെ പടമാണെന്ന് ചോദിക്കും സുരാജ് അഭിനയിക്കുന്നത്. സുരാജ് ഒരു നല്ല നടൻ തന്നെയാണ്, മിമിക്രിയിലൂടെ വന്നെങ്കിലും നല്ല നടൻ തന്നെയാണെന്ന് ആലോചിക്കണം. കോമഡി ചെയ്യുന്ന ആൾ മോശക്കാരനാവുന്നില്ലല്ലോ. അപ്പോൾ ഒരു നായക നടനായിട്ട് അഭിനയിക്കുന്ന അവസരത്തിൽ മലയാള സിനിമയിൽ അതായത് വിനയൻ കൊണ്ടുവന്നൊരു നായിക നടിയുണ്ടെന്ന് ആലോചിക്കും. വിനയൻ ഈ സത്യം എന്നുള്ളൊരു സിനിമയിലൂടെ, അതായത് അന്ന് വിനയനെ അരച്ച് കലക്കി കുടിച്ച് നിൽക്കാനുള്ളൊരു സമയമുണ്ടായിരുന്നു പല സിനിമയിൽ. ആ കാലത്ത് പോലും പൃഥ്വിരാജ് അടക്കമുള്ളവർ വിനയന് അഭിനയിക്കാൻ ഡേറ്റ് കൊടുത്തു, തിലകൻ ഡേറ്റ് കൊടുത്തു. അങ്ങനെ ഒരു നല്ല ടീമിനെ വെച്ചുകൊണ്ട് വിനയൻ സത്യം എന്നുള്ള സിനിമ ചെയ്തു. ആ സിനിമ ബമ്പർ കളക്ഷൻ കിട്ടി എന്നുള്ളതാണ്. ആ സിനിമയിലെ പുതുമുഖമായി ഒരു നടി വന്നിരുന്നു, പ്രിയാമണി വന്നിരുന്നു. ആ പ്രിയാമണിയെയാണ് സ്വരാജ് വെഞ്ഞാറമൂടിൻ്റെ നായികയായിട്ട് തീരുമാനിച്ചത്. അപ്പോൾ പ്രിയാമണി എന്ന് പറഞ്ഞു, ഇല്ല, ഞാൻ എൻ്റെ കൂടെ നായകനായി സുരാജ് വെഞ്ഞാറമൂട് അഭിനയിക്കുന്നത് എനിക്കിഷ്ടമില്ല എന്ന് പറഞ്ഞു പോലും. അങ്ങനെയാണ് പ്രചരണം വന്നത്. ആ പ്രചരണം വന്നപ്പോൾ പിന്നെന്ത് ചെയ്യണം? അപ്പോൾ അന്ന് സ്വരാജ് വെഞ്ഞാറമൂട് അത്രയും പ്രശസ്തനല്ല, പ്രിയാമണിയാണ് നല്ല പ്രശസ്തയാണെന്ന് ആലോചിക്കണം. അപ്പോൾ എന്ത് ചെയ്യും? സാധാരണ രീതിയിൽ വേണമെങ്കിൽ സുരാജ് വെഞ്ഞാറമൂടിനെ കട്ട് ചെയ്ത് പ്രിയാമണിയെ അഭിനയിപ്പിച്ച് വേറെ നടനിടാം. പക്ഷെ അതിൻ്റെ തിരക്കഥാകൃത്ത് പറഞ്ഞു, ഈ സിനിമ സുരാജ് വെഞ്ഞാറമൂടിനെ വേണ്ടിയുണ്ടാക്കിയ കഥയും തിരക്കഥയാണ്. ആ സുരാജിനെ മാറ്റാൻ ബുദ്ധിമുട്ടാണ്. പുതുമുഖ സംവിധായകൻ കൂടി അങ്ങനെ പറഞ്ഞപ്പോൾ നിർമ്മാതാവിന് വേറെ ഒന്നും പറയാൻ പറ്റിയില്ല. പക്ഷെ പ്രോജക്റ്റ് മുന്നോട്ട് പോകണം. അപ്പം അത് പറഞ്ഞ് വലിച്ചപ്പോഴും നടി തൻ്റെ ഭാഗത്ത് ഉറച്ചു നിന്നു, എൻ്റെ തീരുമാനം ഇന്നതാണ്. തൽക്കാലം അവർ ഒന്നും പറയാണ്ട് വേറെ 2 നടികളെ കാണാൻ പോയി. സുരാജിൻ്റെ കൂടെ അഭിനയിക്കാൻ വേണ്ടി വേറെ 2 പേരെ, സമ്പൂർദ സുനിലിനെയും മീരാനന്ദനെയും കണ്ട് സംസാരിക്കാൻ പോയി. പക്ഷേ അത് എന്തോ കാരണവശാൽ നടന്നില്ല എന്നാലോചിക്കണം. അപ്പോൾ ഈ പ്രോജക്റ്റ് ഇങ്ങനെ നിന്ന് പോകുന്നൊരവസ്ഥ വന്നു. പ്രൊഡ്യൂസർ കാശ് കുറേ ഇറക്കി കഴിഞ്ഞിരിക്കുന്നു. പ്രോജക്റ്റ് നീണ്ടു പോകുന്തോറും അത് ബാധിക്കുന്നത് പ്രൊഡ്യൂസറല്ലേ. ആ പ്രൊഡ്യൂസർ ഒരു ആലോചിച്ച് പറഞ്ഞു, സംവിധായകനായിട്ട് ആലോചിച്ചിട്ട് പറഞ്ഞു, നമുക്കൊരു കാര്യം ചെയ്യാം, ഇപ്പോൾ ഈ സാഹചര്യത്തിൽ സുരാജിനെ നമുക്ക് മാറ്റാം, അതാണ് നല്ലത്. പ്രിയാമണി അഭിനയിക്കട്ടെ, അവൾക്ക് മാർക്കറ്റ് ഉണ്ട്, വേറെ നടനെയും കൊണ്ടുവരും പറഞ്ഞു. അങ്ങനെ സംശയിച്ച സംവിധായകൻ ഒരു നോട്ടടിച്ച് നിന്നപ്പോൾ, പക്ഷെ തിരക്കഥാകൃത്ത് പറഞ്ഞു, എന്നെ സംബന്ധിച്ച് എൻ്റെ കഥയും തിരക്കഥയുമാണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ ഇതിൽ സുരാജ് വെഞ്ഞാറോടും തന്നെ അഭിനയിക്കുള്ളൂ, വേറെ ആരഭിനയിക്കാൻ ശരിയാവില്ല എന്ന് അയാൾ ഉറച്ചു നിന്നു. അങ്ങനെ ഉറച്ചു നിന്നപ്പോൾ സംവിധായകനും ഉറച്ചു നിന്നു. അപ്പോൾ പിന്നെ പ്രൊഡ്യൂസർക്ക് മാറി നിൽക്കാൻ പറ്റുമോ? അങ്ങനെ സുരാജ് വെഞ്ഞാറമൂട് ഇന്നായി, നായിക നടി ഔട്ടായി എന്നാലോചിക്കണം. അപ്പോൾ ഇപ്പോഴും ഇങ്ങനെ വർണ്ണത്തിൻ്റെയും നിറത്തിൻ്റെയും ഒക്കെ വ്യത്യാസത്തിൽ ഈ മലയാള സിനിമയിൽ ഇപ്പോഴും ചില കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുക. ഞാൻ ഈ പറഞ്ഞ ഈ 2 നടന്മാരെ പറയാൻ കാരണം, ഈ 2 നടികൾ ഐത്തം കൽപ്പിച്ച് ഈ 2 നടന്മാരും ദേശീയ അവാർഡ് നേടിയവരാണെന്ന് ആലോചിക്കണം. ദേശീയ അവാർഡ് എന്ന് പറഞ്ഞാൽ സ്പെഷ്യൽ ജൂറി അവാർഡാണ് കലാഭവൻ മണി വിനയൻ്റെ പടത്തിന് വേണ്ടി പാടിയെന്ന് ആലോചിക്കണം. സുരാജ് വെഞ്ഞാറമൂട് ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനുള്ള അവാർഡ് അനിൽ അമ്പലക്കര നിർമ്മിച്ച ഡോക്ടർ ബിജു സംവിധാനം ചെയ്ത പേരറിയാത്തവർ എന്നുള്ള സിനിമയിലൂടെ ഇന്ത്യയിലെ ഏറ്റവും നല്ല നടനായി മാറി എന്നാലോചിക്കണം. ഒരാളുടെയും വിധി തീരുമാനിക്കുന്നത് ചില നടികളല്ല എന്ന് ഓർക്കുന്നത് നല്ലത്.